ഇത് നമ്മുടെ മോഹിനിക്കുട്ടിയാണ്. മോഹിനിക്കുട്ടി എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനു മുമ്പേയും മോഹിനിക്കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗർഭിണിയായിരുന്ന സമയത്ത് മോഹിനിക്കുട്ടി പ്രസവിക്കാൻ ഒരുപാട് പാടുപെട്ടതും അവളുടെ കുട്ടി തലതിരിഞ്ഞ് വരാത്തതും ആ സമയത്ത് നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടാണ് അവളുടെ കുഞ്ഞിനെ ഞങ്ങൾ പുറത്തെടുത്തത്. പക്ഷേ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് തുടങ്ങിയ സമയത്ത്. അപ്പോൾ അതുപോലൊരവസ്ഥ ഇന്നും ഞങ്ങൾക്ക് വന്നു. ഞങ്ങളുടെ മോഹിനിക്കുട്ടി ഗർഭിണി ആണ്, 9 മാസം തികഞ്ഞു, അടുത്ത് പ്രസവിക്കാനുള്ള സമയമായി. ഡേറ്റ് അവൾക്ക് ഇന്നായിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽക്കേ അവൾക്ക് ചെറിയൊരു ക്ഷീണം, അവൾ എണീക്കുന്നില്ല. പ്രസവത്തിനുള്ള എല്ലാ ഒരു വിഷമവും അവ കാണിക്കുന്നുണ്ട്, പക്ഷേ അവൾ പ്രസവിക്കുന്നില്ല. അപ്പോൾ പിള്ളേരെന്നോട് വന്ന് പറഞ്ഞു, ഇതുപോലെയാണ്, പശുവിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ഉടനെ തന്നെ നമ്മുടെ സാറിനെ ഒന്ന് വിളിച്ചു. നമ്മുടെ വെറ്റിനറി ഡോക്ടറാണ്, നമ്മുടെ പഞ്ചായത്തിലെ ഡോക്ടറാണ്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും സാറ് എന്ത് സഹായത്തിനും സാറ് ഓടി വരാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സാറെത്തി, ഉടനെ തന്നെ സാറെത്തി. അപ്പോൾ സാർ ഉള്ളിൽ പരിശോധിച്ചു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഗർഭപാത്രം തലതിരിഞ്ഞ് കിടക്കുവാണ്, തിരിഞ്ഞ് വന്നിട്ടില്ല. കുട്ടിയും അങ്ങനെ തന്നെയാണ്, തലതിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, പശുവിനെ മറിച്ച് കുറച്ച് തിരിച്ചങ്ങോട്ട് എടുക്കണം. 2-3 പ്രാവശ്യം പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തിയാലേ യൂട്രസ് യഥാർത്ഥ സ്ഥലത്ത് വരികയുള്ളൂ, എന്നാലേ നമുക്ക് കുട്ടിയെ പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഉടനെ തന്നെ ആൾ വിളിക്കുക, അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ വിളിച്ചു. ഞങ്ങൾ പശുവിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി. എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പോഴാ ഡോക്ടറുടെ ഒരു സേവനവും ലഭിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ മോഹിനിക്കുട്ടിയെ രക്ഷിക്കാനും കുട്ടിയെ രക്ഷിച്ചെടുക്കാനും പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ സാറ് ഓരോ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തിയപ്പോഴും സാറ് ഉള്ളു പരിശോധിച്ചു. സാറ് പറഞ്ഞു, ഇപ്പോൾ എന്തോ ഭാഗ്യമുള്ളതുപോലെ തോന്നുന്നു, തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും കയറെടുത്ത് നമുക്ക് ഇങ്ങോട്ട് കെട്ടി വലിച്ച് കുട്ടിയെ ഇനി പുറത്തെടുക്കാം, നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ പശുവിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞാനീ പറയാനുള്ള കാരണം, എല്ലാ കർഷകർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവസ്ഥകൾ വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം, ഒരു പശുവിന് വേദന വന്നാൽ പ്രസവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടർ സഹായം തേടുക. സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. എന്നാൽ സ്വയം നമ്മൾ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പശുവോ കുട്ടിയോ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോകാം ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെയാണ്, ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. നമുക്കറിയില്ലായിരുന്നു പശു ഇത്രയും ബുദ്ധിമുട്ടിലാണ്, കുട്ടി തിരിഞ്ഞാണ് കിടക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രസവിക്കും, ഇത്തിരി വേദന വരും, കുറച്ച് സമയമാകും എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത സമയം അത്രയും കുട്ടിക്ക് അകത്ത് വേദനയും തടസ്സവും ഉണ്ടായി. ശ്വാസതടസ്സം ഉണ്ടായതിന് കാരണം പുറത്തെടുത്തപ്പോൾ കുട്ടിയുടെ ജീവൻ പോയിരുന്നു. അതുപോലൊരു അവസ്ഥ ഉണ്ടാകരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടർ സേവനം തേടുക. ഇതുപോലെയുള്ള നല്ല ഡോക്ടർമാരുടെ സേവനം തേടുക. നമ്മുടെ സാറിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സാറിന് എത്ര വയ്യെങ്കിലും സാറ് നമുക്ക് വിളിച്ച് കഴിഞ്ഞാൽ സാർ ഓടി എത്താറുണ്ട്. അങ്ങനെ സാറ് വന്നതുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ സാറ് കയറി കെട്ടി പുറത്തെടുക്കുവാണ്. നമുക്ക് നോക്കാം കുഞ്ഞിന് ആണാണോ പെണ്ണാണോ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. കർഷകരെല്ലാം കണ്ടിരുന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പശുക്കൾ ബുദ്ധിമുട്ട് കാണിച്ചാൽ, പ്രസവത്തിനുള്ള താമസം ഉണ്ടായാൽ ഡോക്ടറെ സമീപിക്കുക. ഒരിക്കൽ കൂടെ പറയുകയാണ്, വച്ചുകൊണ്ടിരിക്കരുത്. തക്കതായ സമയത്ത് സേവനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പശുവിനെയും കുട്ടിയെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ വലിച്ചെടുക്കുവാണ്. കുട്ടിയെ
പുറത്തെടുക്കുവാണ് കുട്ടിയെ. ശക്തമായി വലിച്ചാൽ മാത്രമേ കുട്ടി പുറത്തേക്ക് വരികയുള്ളൂ. എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പെൺകുട്ടിയാണ്. ഞങ്ങളെടുത്തു, പുറത്തെടുത്തു, കുഴപ്പമൊന്നുമില്ല. തക്കതായ സമയത്ത് ഡോക്ടർ സേവനവും ദൈവത്തിൻ്റെ കൃപയും ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് തീറ്റ കൊടുത്തിരിക്കുകയാണ്. ഇനി അവൾ എണീറ്റ് നിൽക്കണം. അവൾ അതും കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. കർഷകർക്ക് ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പശുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കുക, പ്രസവ സമയത്ത് ഒന്നുകിൽ കുട്ടി തിരിഞ്ഞ് കിടക്കുകയോ അല്ലെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ആയിരിക്കും ഇങ്ങനെ പ്രസവിക്കാൻ താമസിക്കുന്നത്. തക്കതായ സമയത്ത് ഡോക്ടറെ സമീപിക്കുക. നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും നമ്മുടെ പശുവിനെയും രക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിടുന്നതല്ല, കർഷകർക്ക് പ്രയോജനമുള്ളതാകട്ടെ നമ്മുടെ വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഇടുന്നത്. അപ്പോൾ നമ്മുടെ പശു എണീറ്റ് നിൽക്കുവാണ്. ഇനി വേസ്റ്റ് കൂടെ വീഴാനുണ്ട്. പെൺകുട്ടിയാണ് കേട്ടോ, പെൺകുട്ടിയാണ്, നല്ല പെൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് വേറൊരു വിഷയമായിട്ട് നാളെ കാണാം. നമുക്ക് ഇവളുടെ എന്താ പറയുക, നാളെ നമുക്ക് കാണാം, നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട്.